ഹായ്, എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. കർണാടകയ്ക്ക് അടുത്തുള്ള ഗ്യാലന്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ വണ്ടി നിർത്താൻ കാരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും എല്ലാ കൃഷികളും ഞാൻ നിൽക്കുന്ന ഈ സമീപത്തെ ഈ പ്രദേശത്തുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യം നമ്മുടെ പഴയകാല കേരളത്തിലെ നെൽകൃഷിയിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിക്കാം. നോക്കൂ, പാടത്ത് വെള്ളം കിടക്കുന്ന നെല്ലിൻ്റെ ആ ശേഖരം നോക്കൂ. ഞാറ് നട്ടിട്ട് ഏകദേശം ഒരു മാസം പോലും ആവാത്ത കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. ഇനി അടുത്തത് ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് പോവുകയാണ്. ഹൈവേയുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. കരിമ്പ് കൃഷി കണ്ടോ? അതും പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. നോക്കിക്കോളൂ. അങ്ങകലെ നെൽപ്പാടങ്ങൾ വീണ്ടും കാണാം. ഇവിടെ തന്നെ ചോളവും കാണാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കേരവൃക്ഷമായ തെങ്ങും കാണാം. ഇനി ഞാൻ ഈ വീഡിയോ റോഡിനപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുപോവുകയാണ്. നമ്മൾ പഴയ ആ നെൽപ്പാടത്തിലേക്ക് തന്നെ പോവുകയാണ്. ഈ നെൽപ്പാടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ ചെയ്ത ഇതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങകലെ വീണ്ടും കരിമ്പ് തോട്ടം കാണാം. നോക്കൂ, നമ്മുടെ നാട്ടിലെ പ്ലാവും ഇവിടെ നിൽപ്പുണ്ട്, ഒരു തെങ്ങും നിൽക്കുന്നു. അങ്ങകലെ വാഴത്തോട്ടങ്ങളും കാണാം. ഇതൊരു വ്യത്യസ്ത അനുഭവമല്ലേ? അതായത് കേരളത്തിലെ പോലെ തന്നെ നെല്ലുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്. തമിഴ്നാട്ടിലെ പോലെ തന്നെ ചോളമുണ്ട്, കരിമ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പ്ലാവും ഇവിടെയുണ്ട്. അതെ, അങ്ങകലെ ഈ ഹൈവേയുടെ രണ്ട് സൈഡിലായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഈ അപൂർവമായ ഈ കാഴ്ച ഈ സായാഹ്നത്തിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നെൽപ്പാടങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തോന്നുന്ന ആ ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും സാജൻ പൈനാപ്പിളിലേക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് തിരിച്ചു വരാം.